നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കൾക്ക് ഓരോ രീതിയിൽ, അതായത് ഓരോ പ്രാധാന്യമാണ് മാധ്യമങ്ങൾ നൽകാറുള്ളത്. അതിൽ ചിലർക്ക്, അതായത് BJP നേതാക്കൾ വല്ലതും പറഞ്ഞു പോയാൽ അത് വലിയ വിവാദമാക്കുകയും പിന്നീട് തുടരെ അവരുടെ പിന്നാലെ ചെന്ന് ഇതിൽ തുടർ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ട് അത് അവരെ കുഴയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള ഒരു ചടങ്ങ് നമ്മുടെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും കാണാറുണ്ട്. പക്ഷേ മറ്റ് പല നേതാക്കളുമാണെങ്കിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ നേതാക്കളാണെങ്കിൽ, അവർ മാധ്യമങ്ങൾക്കെതിരെ പറഞ്ഞാൽ പോലും അത് വലിയ രീതിയിൽ വിവാദമാക്കാൻ ഈ പറഞ്ഞ ദൃശ്യമാധ്യമങ്ങൾ ശ്രമിക്കാറില്ല എന്നത് വസ്തുതയാണ്. ഇപ്പോഴിതാ നമ്മുടെ MV ഗോവിന്ദൻ മാഷ് വാ തുറന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം മാധ്യമങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം വാ തുറക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതായത് CPM-ൽ ഇപ്പോൾ വലിയൊരു വിവാദം തുടരുകയാണ്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വ്യവസായികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടും അതിൽ CPM-നുള്ള പങ്കും ഇതുമായി ബന്ധപ്പെട്ട് PBക്ക് നൽകിയ കത്ത് പുറത്തു വന്നു. ഈ PBക്ക് നൽകിയ കത്ത് പുറത്തു വന്നതിന് പിന്നിൽ MV ഗോവിന്ദൻ മാഷിന്റെ മകനാണ് എന്നാണ് പാർട്ടിയിലുള്ള ആളുകൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്ന കാര്യം. പക്ഷേ ഇതിലൊന്നും തന്നെ പ്രതികരണം തേടുമ്പോൾ MV ഗോവിന്ദൻ മാഷ് ഒന്നും പ്രതികരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ചും അദ്ദേഹത്തിനോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അസംബന്ധത്തിന് മറുപടി പറയാൻ ഞാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് MA ബേബിയോട് കാര്യങ്ങൾ തിരക്കിയപ്പോഴും അദ്ദേഹവും പ്രതികരിച്ചില്ല, പ്രകാശ് കാരാട്ടും പ്രതികരിച്ചില്ല. അതായത് മുതിർന്ന CPM-ന്റെ നേതാക്കൾ ആരും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നില്ല. അപ്പോൾ നേരത്തെ ഉള്ള ചില ആരോപണങ്ങൾ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയുണ്ട്. തൃശ്ശൂരിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട്, തൃശ്ശൂരിൽ വോട്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടത്തി, കള്ള വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല, വാ തുറക്കുന്നില്ല. കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ നൽകുകയും ബിഗ് ബ്രേക്കിംഗ് നൽകുകയും ചർച്ചകളാക്കുകയും ചെയ്ത ആളുകൾ തന്നെയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ മാഷ് മിണ്ടാത്തതിനെതിരെ ഒന്നും ഉരിയാടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ ചില നേതാക്കൾ മിണ്ടിയില്ലെങ്കിൽ ഇവർക്ക് ഒരു പ്രശ്നവുമില്ല, അവരുടെ പ്രതികരണം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മറ്റേതെങ്കിലും നേതാക്കളോ ഇവരൊക്കെ കൃത്യസമയത്ത് പ്രതികരിക്കണം, അല്ലെങ്കിൽ വലിയ ബഹളമാണ്, ചർച്ചയാണ് നമ്മുടെ മാധ്യമങ്ങൾ നടത്തുക എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്.